ഹായ് വ്യൂവേഴ്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 9th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ പേജിൽ തന്നെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഓരോ കുട്ടികളുടെയും മോഷൻ ശ്രദ്ധിച്ച് അവിടെയുള്ള ഫോഴ്സ് ഏതാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഉയരത്തിൽ നിന്നും താഴ്ന്നു വരുന്ന വീണ്ടും ഉയർന്നു പോകുന്നതിൻ്റെ കാരണം എന്താണ്, എല്ലാ ചലനങ്ങൾക്കും ബലം ആവശ്യമുണ്ടോ, ഇല്ലെങ്കിൽ അത്തരം ചലനങ്ങളുടെ പൊതു സ്വഭാവം എന്തെല്ലാമാണ്, അതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം നടത്താമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഹെഡിങ് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആൻഡ് മോഷൻ. നമുക്ക് ഫോഴ്സ് എന്താണെന്ന് അറിയാം. ഇപ്പോൾ രണ്ട് ടൈപ്പാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കുന്നത്: ബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്. ഇത്തരം ഫോഴ്സുകളും മോഷനും തമ്മിലുള്ള ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കണം. അവിടെ ഓൾറെഡി ആ പേജിൽ 2 സിറ്റുവേഷനും അതുപോലെ തന്നെ പിന്നീട് 3 സിറ്റുവേഷനും, ടോട്ടലായിട്ട് 5 സിറ്റുവേഷൻസാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സിറ്റുവേഷനിൽ 2 ബോയ്സ് ആർ പുഷിങ് എ ടേബിൾ ടുവേർഡ്സ് സെയിം ഡയറക്ഷൻ ഫ്രം ദ സെയിം സൈഡ്. ഒരേ ദിശയിൽ നിന്ന് തന്നെ 2 ആൺകുട്ടികൾ ഒരേ വശത്ത് നിന്ന് മേശ തള്ളുകയാണ്. രണ്ടാമത്തെ കേസിൽ 2 ആൺകുട്ടികൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഈക്വൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് മേശ തള്ളുന്നത്. നെക്സ്റ്റ് 2 പേഴ്സൺസ് ആർ പുഷിങ് ദ ടേബിൾ ഫ്രം ഓപ്പോസിറ്റ് സൈഡ്സ് വിത്ത് അൺഈക്വൽ ഫോഴ്സ്. അപ്പോൾ 2 ആളും എതിർവശത്തു നിന്നാണ് ബലം പ്രയോഗിക്കുന്നത്, പക്ഷേ ആ ബലം തുല്യമല്ല. നെക്സ്റ്റ് ഫിഗർ 3.4ൽ വെൻ ഈക്വൽ ഫോഴ്സസ് ആർ അപ്ലൈഡ് ഇൻ ആം റെസ്ട്രിങ്, അതായത് 2 ആളും ഒരേ ബലമാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ പഞ്ചഗുസ്തിയിൽ ഏർപ്പെട്ട 2 ആൾക്കാരാണ്. അപ്പോൾ അതിൽ ഒരേ ബലം പ്രയോഗിക്കുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഭാഗം ജയിക്കുമ്പോഴുള്ള സീനാണ്. അതായത് വടംവലിയിലുള്ള ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ടേബിൾ 3.1 കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് കേസിൽ F1 എന്ന് പറയുന്നത് 50 ആണ്. അത് ഓൾറെഡി തന്നിട്ടുണ്ട്. F2 എന്ന് പറയുന്നത് നോക്കൂ. F2 എന്ന് പറയുന്നത് F1ന് തുല്യവും ഒരേ സൈഡിലേക്ക് ആയതുകൊണ്ടാണ് നമുക്ക് +50 തന്നെ എഴുതാം. ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ മൈനസ് സൈന് ഇതിൻ്റെ കൂടെ എഴുതണം. അപ്പോൾ ഇത് ഒരേ സൈഡിലേക്ക് ആയതുകൊണ്ട് നമുക്ക് +15 എഴുതാം. അപ്പോൾ ഇനി ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 50 + 50 = 100. സെക്കൻഡ് കേസിൽ 50, F2 എന്ന് പറയുന്നത് -50 ആണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും. തേർഡ് കേസിൽ F1 എന്ന് പറയുന്നത് 80, F2 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആയതുകൊണ്ട് -40. ദെൻ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 80 - 40 = 40 അല്ലേ? അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 80ഉം -40ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 40 എന്ന് കിട്ടും. നെക്സ്റ്റ് കേസിൽ F1 ഓൾറെഡി തന്നിട്ടുണ്ട് 120. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഈക്വൽ ഫോഴ്സ് ആയതുകൊണ്ട് -120 എന്ന് വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0. ദെൻ ലാസ്റ്റ് കേസിൽ F1 എന്ന് പറയുന്നത് 400 ആണ്. F2 എന്ന് പറയുന്നത് -300 ആണ്. അപ്പോൾ 400 + -300 എന്ന് പറഞ്ഞാൽ 400 - 300 = 100. നെക്സ്റ്റ്, എക്സാമിൻ ദ ടേബിൾ. ഇൻ വിച്ച് ഓഫ് ദി സിറ്റുവേഷൻ ഡെപിക്റ്റഡ് ഇൻ ദി ഫിഗർ ഡിഡ് ദ ടോട്ടൽ അപ്ലൈഡ് ഫോഴ്സ് ബിക്കം 0? അപ്പോൾ ഏതെല്ലാം ചിത്രങ്ങളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിലാണ് വസ്തുവിൽ ഫോഴ്സ് 0 ആയത്? അപ്പോൾ നമുക്ക് അറിയാം അല്ലേ? സെക്കൻഡ് കേസിലും അതുപോലെ തന്നെ ഫോർത്ത് വണ്ണും അല്ലേ? അപ്പോൾ അവിടെ
മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടോ എന്നാണ് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്. അവിടെ മൂവ്മെൻറ്റ് നടക്കുന്നില്ല. അപ്പോൾ ആൻസർ നോ. ഇതിൽ നിന്നും നമുക്ക് ബാലൻസ്ഡ് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ പറയാം. ഇഫ് ദ ടോട്ടൽ ഫോഴ്സ് ഓർ ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് 0, ദി അപ്ലൈഡ് ഫോഴ്സ് ആർ കോൾഡ് ബാലൻസ്ഡ് ഫോഴ്സസ്. Such forces can neither move a body at rest nor stop a body in motion. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആയിട്ടുള്ള ടൈപ്പ് ഫോഴ്സിനെയാണ് ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുക. ഇത്തരം ഫോഴ്സിന് റെസ്റ്റിലുള്ള ഒബ്ജക്ട്സിനെ മോഷനിലേക്ക് ആക്കാനോ മോഷനിലുള്ള ഒബ്ജക്ട്സിനെ റെസ്റ്റിലേക്ക് ആക്കാനോ കഴിയില്ല. അതുപോലെ തന്നെ റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 അല്ലാത്ത സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് എഴുതുക. അവിടെ മൂവ്മെൻറ്റ് പോസിബിൾ ആണോ? യെസ് അല്ലേ? അപ്പോൾ അതിൻ്റെ റീസണും കൂടി എഴുതുക. അപ്പോൾ എന്താണ് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നമ്മളോട് എഴുതാനാണ് പറഞ്ഞത്. ഇഫ് ദ റിസൾട്ടൻറ്റ് ഓർ അപ്ലൈഡ് ഫോഴ്സസ് ആർ ഗ്രേറ്റർ ദാൻ 0, ദി ഫോഴ്സസ് ആർ കോൾഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്. റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0നേക്കാൾ കൂടുതലാണെങ്കിലാണ് അത്തരം ഫോഴ്സിനെ നമുക്ക് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയാം. ഒരു മേശയുടെ 2 എൻഡിലായിട്ട് ഓരോ പുള്ളീസ് ഫിക്സ് ചെയ്യുക. ദെൻ വുഡൻ ബ്ലോക്ക് ആ ടേബിളിൻ്റെ സെൻറ്ററിൽ വെച്ച ശേഷം അതിൻ്റെ 2 എൻഡിലായിട്ട് സ്ട്രിങ് കെട്ടിയിട്ടുണ്ടാവും, അഥവാ ചരട് കെട്ടിയിട്ടുണ്ടാവും. ആ ചരട് ഈ പുള്ളീസ് അഥവാ കപ്പി വഴി താഴേക്ക് തൂക്കിയിടുക. സ്ട്രിങ്ങിൻ്റെ 2 എൻഡിലുമായിട്ട് ഈക്വൽ വെയിറ്റാണ് ആദ്യം നമ്മൾ തൂക്കിയിടേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 സൈഡിലെയും വെയിറ്റ് മാറ്റുമ്പോഴും മറ്റുള്ള മൂവ്മെൻ്റാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് കേസ് ഈക്വൽ വെയിറ്റ് ഇടുമ്പോൾ അവിടെ ബാലൻസ്ഡ് ഫോഴ്സ് ആണോ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണോ ആ വുഡൻ ബ്ലോക്കിൽ ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാലൻസ്ഡ് ഫോഴ്സ് ആണ് ഉണ്ടാവുക. നെക്സ്റ്റ് വുഡൻ ബ്ലോക്കിന് മൂവ്മെൻറ്റ് ഉണ്ടാവുമോ എന്നാണ് ചോദിച്ചത്. നോ. നെക്സ്റ്റ് വുഡൻ ബ്ലോക്കുമായി കണക്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സൈഡിലെ വെയിറ്റ് കൂട്ടുകയാണ് എങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ അൺബാലൻസ്ഡ് ഫോഴ്സ് ആവും അല്ലേ? അപ്പോൾ വുഡൻ ബ്ലോക്കിന് മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെയിറ്റ് കൂട്ടുകയാണ് എങ്കിൽ അവിടുത്തെ വുഡൻ ബ്ലോക്കിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡ് കൂടും. ഇനി നമ്മൾ വെയിറ്റ് കുറഞ്ഞ സൈഡിൽ നമ്മൾ വെയിറ്റ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വുഡൻ ബ്ലോക്കിൻ്റെ ഓൾറെഡി ഇപ്പം ഉണ്ടായിരുന്ന മൂവ്മെൻറ്റിനെ നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സ്പെരിമെൻ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് വെൻ ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ എ ബോഡി there will be a change in its state of rest or the direction of motion or speed. അതായത് ഒരു വസ്തുവിൽ നമ്മൾ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെസ്റ്റിലുള്ള വസ്തു മൂവ്മെൻറ്റിലേക്കാവും, അല്ലെങ്കിൽ മോഷനിലുള്ള വസ്തു എന്താവും? അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ സ്പീഡിൽ മാറ്റം വരികയോ ചെയ്യും. From this we can say that unbalanced forces can cause motion, but balanced forces cannot cause motion. Next, what will be the result when a man tries to move a vehicle by pushing it standing inside the vehicle? The vehicle moves or the vehicle does not move? The answer is the vehicle does not move. അപ്പോൾ ഫിഗർ 3.7
വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ വാഹനത്തെ ഉന്തുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യില്ല, വാഹനം ചലിക്കില്ല. വാട്ട് if the same vehicle is pushed from outside? Yes, the vehicle moves. Internal force cannot move an object, but only an external unbalanced force can cause motion. അതായത് ഇൻറ്റേർണൽ ഫോഴ്സിന് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ പറ്റില്ല, പക്ഷേ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു അൺബാലൻസ്ഡ് ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആവശ്യമാണോ എന്നുള്ള വിഷയത്തിലാണ് ഗലീലിയോ പഠനം നടത്തിയത്. അതിൻ്റെ ഒബ്സർവേഷൻസാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗലീലിയോ ഒബ്സർവ്ഡ് ദാറ്റ് when a ball is made to roll down an inclined plane, its speed increased. Similarly, when it was made to roll up the inclined plane, its speed decreased. An object moving down an inclined plane with increasing speed, while an object moving upward with decreasing speed. അപ്പോൾ നമ്മൾ ആ സ്ലോപ്പ് കുറയ്ക്കും തോറും എന്ത് ചെയ്യും, ആ ബോളിൻ്റെ മൂവ്മെൻറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ സ്ലോപ്പ് മാക്സിമം കുറയ്ക്കുമ്പോൾ അതെന്താവും, ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ വരെ അത് മൂവ് ചെയ്യും എന്നാണ് ഗലീലിയോ പറയുന്നത്. A body in motion does not need an external unbalanced force for it to continue in its state of rectilinear uniform motion. Newton formulated his laws of motion as the continuation of Galileo's observations. Newton's first law of motion. അപ്പോൾ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എവറി ഒബ്ജക്റ്റ് കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ along a straight line unless an unbalanced external force acts on it. This is Newton's first law of motion. അപ്പോൾ നമ്മളൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്തില്ല എങ്കിൽ ഏതൊരു ഒബ്ജക്റ്റും ഏത് അതിൻ്റെ സ്റ്റേറ്റിലായിരുന്നു ആ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. പിന്നീട് ഫിഗർ 3.9 പോലെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യണം. പ്ലേസ് എ ബോട്ടിൽ ഫിൽഡ് വിത്ത് വാട്ടർ ഓൺ എ തിക്ക് റഫ് പേപ്പർ, ദെൻ പുൾ ദ പേപ്പർ സഡൻലി ടു വൺ സൈഡ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേപ്പർ വലിക്കുന്നതിൻ്റെ മുൻപ് ആ ബോട്ടിൽ റെസ്റ്റിലായിരുന്നില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ് ആണല്ലേ. ദെൻ വലിച്ചപ്പിണ്ണി എന്തായിരിക്കും, അതിൻ്റെ സ്റ്റേറ്റ് മാറി, അതിൻ്റെ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് മാറി. അങ്ങനെ പേപ്പർ വലിക്കുമ്പോൾ അതിൻ്റെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം എപ്പോഴും ആദ്യത്തെ പൊസിഷനിൽ തന്നെ അഥവാ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ പേപ്പറും ബോട്ടിലും തമ്മിലുള്ളൊരു ഫ്രിക്ഷൻ കാരണം ബോട്ടിലിൻ്റെ താഴ്ഭാഗമില്ലേ, ബോട്ടം സൈഡ്, അത് മൂവ് ചെയ്യും. ഇനി നമ്മൾ ഈ റഫ് പേപ്പറിന് പകരം എങ്ങാനും സ്മൂത്തായിട്ടുള്ള ഒരു പേപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, നല്ല മിനുസുള്ള പേപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ബോട്ടിൽ റെസ്റ്റിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക, കണ്ടിന്യൂ ചെയ്യാം. From the above example, it is clear that object continues to remain in their state of rest or of uniform motion until an external force is applied. This tendency of an object to resist any change in its state of rest or of uniform motion is called inertia. അപ്പോൾ ഏതൊരു വസ്തുവും അതിൻ്റെ ആ ഓൾറെഡി ഉള്ള സ്റ്റേറ്റിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു ടെൻഡൻസിനെ പറയുന്ന പേരാണ് ഇനേർഷ്യ അഥവാ
ജഡത്വം എന്ന് പറയും. ഇനി നമ്മൾ മുൻപ് ചെയ്ത പരീക്ഷണം ഈ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനും പോസിബിൾ ആണോ എന്നാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ പേപ്പർ വലിക്കുന്നത് വഴി ആ ബോട്ടിനെ നമ്മൾ മോഷനിലേക്ക് കൊണ്ടുവരിക. സാവധാനം അതിൻ്റെ വേഗത കൂട്ടിക്കൊണ്ടിരിക്കുക. ദെൻ ഒരു നിശ്ചിത സ്പീഡ് എത്തുമ്പോൾ ആ പേപ്പർ വലിക്കുന്നത് സ്റ്റോപ്പാക്കുക. അപ്പോൾ പേപ്പർ നമ്മൾ വലിക്കുന്നത് നിർത്തുന്നതിന് മുൻപ് വരെ ബോട്ടിൽ മോഷനിലായിരുന്നു. ഇനി പേപ്പർ വലിക്കുന്നത് സ്റ്റോപ്പാക്കുമ്പോൾ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ചലനാവസ്ഥയിൽ അഥവാ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ബോട്ടിലിൻ്റെ താഴ്ഭാഗം റെസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടാവും. അത് ഫ്രിക്ഷൻ കാരണമാണ് റെസ്റ്റിലേക്ക് എത്തുന്നത്. അപ്പം നമ്മൾ എങ്ങാനും മിനുസമുള്ള ഒരു പേപ്പർ കൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ബോട്ടിൽ കംപ്ലീറ്റ് മോഷനിലായിട്ട് മാറും. അപ്പോൾ റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിന് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിനെയാണ് ഇനർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുക. ഇനി മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിന് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുക. അതിനെയാണ് ഇനർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനർഷ്യ ഓഫ് മോഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഇനർഷ്യ ഓഫ് മോഷൻ ഈസ് ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു റിമൈൻ ഇറ്റ്സ് യൂണിഫോം മോഷൻ ഓർ ഇറ്റ്സ് ഇനബിലിറ്റി ടു ചേഞ്ച് ഇറ്റ്സ് യൂണിഫോം മോഷൻ ബൈ ഇറ്റ് സെൽഫ്. ഇനർഷ്യ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ it is defined as the inability of a body to change its state of motion by itself. ആ സിറ്റുവേഷൻ്റെ ഫസ്റ്റത്തത് എന്താ? പ്ലേസ് സം carom board coins in a pile. Using the striker, strike out the coin at the bottom. What do you observe? What is the reason? അങ്ങനെയും എക്സാമിന് ചോദിക്കാം. ആൻസർ എന്ന് പറഞ്ഞാൽ ഓൺലി ദ കോയിൻ അറ്റ് ദ ബോട്ടം ഈസ് ഡ്രോൺ എവേ, അതേഴ്സ് വിൽ റിമൈൻ ഇൻ ദി പ്രീവിയസ് സ്റ്റേജ്. അപ്പോൾ നമ്മൾ ഏറ്റവും താഴെയുള്ള കോയിനെ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് താഴെയുള്ള കോയിന് മാത്രം അതിൽ നിന്ന് മൂവ് ചെയ്ത് പോവും. ബാക്കിയുള്ളത് അതുപോലെ തന്നെ ആദ്യത്തെ ഉണ്ടായിരുന്ന അതേ സ്റ്റേജിൽ തന്നെ നിൽക്കും. നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബസ്സിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആകുമ്പോൾ മുൻപിലേക്ക് വീഴും അല്ലേ? അപ്പോൾ വെൻ എ റണ്ണിങ് ബസ് ഈസ് സഡൻലി സ്റ്റോപ്പ്ഡ്, പാസഞ്ചേഴ്സ് സ്റ്റാൻഡിങ് ഇൻ ദ ബസ് ഷോ എ ടെൻഡൻസി ടു ഫോൾ ഫോർവേഡ്. എന്തുകൊണ്ടാണ്? ദ പാസഞ്ചേഴ്സ് സ്റ്റാർട്ട് ടു മൂവ് ഫോർവേഡ് ഡ്യൂ ടു ദി ടെൻഡൻസി ടു കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് മോഷൻ. ബസ് മൂവ് ചെയ്യുമ്പോൾ നമ്മളും അതിൻ്റെ കൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്റ്റോപ്പ് ആകുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ആ സ്റ്റേറ്റ് ലൈനിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോഡി ശ്രമിക്കുകയും അതുകൊണ്ടാണ് മുന്നിലേക്ക് വീഴുന്നത്. നെക്സ്റ്റ്, when a bus moves forward suddenly from rest, standing passengers tends to fall backward. അതായത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്സിൽ നിന്ന് പെട്ടെന്ന് സ്റ്റാർട്ടാക്കുമ്പോൾ എന്ത് ചെയ്യും? അതിലുള്ള പാസഞ്ചേഴ്സ് പെട്ടെന്ന് ബാക്കിലേക്ക് വീഴും. അതിന് കാരണം എന്ന് പറയുന്നത് ദ പാസഞ്ചേഴ്സ് ടെൻഡ് ടു ഫോൾ backward due to the tendency to continue in their state of rest. അപ്പം ബസ്സിൽ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുമ്പോൾ ഓൾറെഡി അതിലുള്ള പാസഞ്ചേഴ്സും റെസ്റ്റിൽ തന്നെയാണ്. പെട്ടെന്ന് മൂവ് ചെയ്യിക്കാൻ നോക്കുമ്പോൾ അത് ആദ്യം ഉണ്ടായിരുന്ന റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ബാക്കോട്ട് വീഴുന്നത്. നെക്സ്റ്റ് സിറ്റുവേഷൻ, ആക്സിഡൻറ്റ്സ് ദാറ്റ് ഹാപ്പൻ ടു പാസഞ്ചേഴ്സ് ഹു ഡു നോട്ട് വെയർ സീറ്റ് ബെൽറ്റ് ആർ മോർ ഫിറ്റഡ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത യാത്രക്കാർക്ക് സംഭവിക്കുന്ന അപകടങ്ങൾ
കൂടുതൽ മാരകമാവാറുണ്ട്. എന്താണത് കാരണം ചോദിച്ചിട്ടുള്ളത്? The passengers inside the vehicle have a tendency to move forward due to inertia of motion. ഓൾറെഡി വണ്ടിയിൽ ഉള്ള പാസഞ്ചേഴ്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായതുകൊണ്ട് മുന്നിലേക്ക് പോകാൻ ടെൻഡൻസിയാണ് ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സമയത്തോ അതിനെ നിർത്താൻ ശ്രമിക്കുമ്പോൾ മുൻപുള്ള ചലനാവസ്ഥയിലേക്ക് ശരീരം ശ്രമിക്കുന്നത് കൊണ്ടാണ് മാരകമായ അപകടം സംഭവിക്കുന്നത്. അടുത്തത് നമുക്ക് ഇനേർഷ്യയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. Inertia is the inability of a body to change its state of rest or uniform motion along a straight line by itself. Next, table 3.2-ൽ ഇനർഷ്യ ഓഫ് റെസ്റ്റിനും ഇനർഷ്യ ഓഫ് മോഷനും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെയുള്ള എക്സാമ്പിൾസാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് ഇനർഷ്യ ഓഫ് റെസ്റ്റിൽ രണ്ടാമതായിട്ട് എഴുതുക, വെൻ ദി കാർപ്പറ്റ് ഈസ് ട്രാപ്ഡ് ഡസ്റ്റ് പാർട്ടിക്കിൾ സ്കാറ്റേഴ്സ്. നമ്മൾ കാർപ്പറ്റ് കുടയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങളൊക്കെ ചിതറിപ്പോവും അല്ലേ? നെക്സ്റ്റ് നമുക്ക് എഴുതാവുന്നത്, വെൻ ദി കോയിൻ ഓൺ എ കാർഡ്ബോർഡ് പ്ലേസ്ഡ് ഓവർ എ ഗ്ലാസ് ഈസ് സ്ട്രക്ക് ഇറ്റ് ഫാൾ ഇൻ ടു ദി ഗ്ലാസ്. ഒരു ഗ്ലാസിൻ്റെ മുകളിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കോയിൻ വെച്ചാൽ ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ സമയത്ത് കോയിൻ എന്ത് ചെയ്യും? ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് വീഴും. അപ്പം അത് റെസ്റ്റിൽ തന്നെ തുടരാൻ നോക്കുന്നതുകൊണ്ടാണ്. നെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇനർഷ്യ ഓഫ് മോഷനിൽ ഓൾറെഡി അത്ലറ്റിൻ്റെ കേസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓടി വരുന്ന അത്ലറ്റ് എന്ത് ചെയ്യും? ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടനെ ഓട്ടം അവസാനിപ്പിക്കാൻ പറ്റില്ല, കുറച്ചും കൂടി മുന്നോട്ട് നീങ്ങും അല്ലേ? പിന്നെ എഴുതാൻ പറ്റുക, എ മാൻ സ്റ്റെപ്പിംഗ് ഡൗൺ ഫ്രം എ സ്ലോലി മൂവിങ് ബസ് സ്റ്റോപ്സ് ആഫ്റ്റർ ഫ്യൂ സ്റ്റെപ്സ് ഓഫ് റണ്ണിങ്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി 2-3 സ്റ്റെപ്പും കൂടെ മുന്നിലേക്ക് പോകുന്നതായിട്ട് കാണാം ഇറങ്ങിയ ശേഷം. നെക്സ്റ്റ്, ഇൻ ഹാമർ ത്രോ, ബിഫോർ ദ ഹാമർ ഈസ് ലെറ്റ് ഗോ ഓഫ് ഇറ്റ് ഈസ് വേൾഡ് എലോങ് എ സർക്കുലർ പാത്ത്. നമ്മൾ ഹാമർ ത്രോയിൽ ഇങ്ങനെ ഹാമർ ഇങ്ങനെ റൗണ്ട് സർക്കുലർ ഷേപ്പിൽ ഇങ്ങനെ കറക്കിയിട്ടല്ലേ ഇടുക. അപ്പോൾ നമ്മൾ ഒന്നും കൂടി കറങ്ങാൻ നമ്മളൊരു ബോഡിക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുപോലെയുള്ള വേറൊരു സിറ്റുവേഷനാണ് ഇനർഷ്യ ഓഫ് മോഷനിൽ എഴുതാൻ പറ്റിയത്. ആൻ അത്ലറ്റ് ഡൂയിങ് എ ലോങ് ജംപ് സ്റ്റാർട്ട് ഹിസ് റൺ ഫ്രം എ ഡിസ്റ്റൻസ്. നമ്മൾ ലോങ് ജമ്പ് ചെയ്യുന്ന ഒരു അത്ലറ്റ് എന്ന് പറയുന്നത് ഓടി വന്നിട്ടാണ് ചാടുക. അപ്പോൾ അങ്ങനെ കുറേ ദൂരം ഓടി വരുന്നത് കൊണ്ട് അതെന്തിനെ ഹെൽപ്പ് ചെയ്യും? നന്നായി ചാടാൻ, കുറച്ചുകൂടി ദൂരം പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദിസ് ആക്ടിവിറ്റി ഹെൽപ്സ് ടു കവർ ലോങ് ഡിസ്റ്റൻസസ് ബൈ യൂട്ടിലൈസിങ് ഇനർഷ്യ ഓഫ് മോഷൻ. അതേപോലെയാണ് എ റണ്ണിങ് എലഫൻറ്റ് കനോട്ട് ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ സഡൻലി. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനയ്ക്ക് പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ആവാൻ പറ്റില്ല. എന്താണ് കാരണം എന്ന് വെച്ചാൽ മാസ് ഓഫ് എലഫൻറ്റ് ഈസ് ഗ്രേറ്റർ, സോ ഇനർഷ്യ ഓഫ് മോഷൻ ആൾസോ ബി ഗ്രേറ്റർ. Also it cannot be able to change its direction suddenly. അപ്പോൾ ആനയ്ക്ക് ഓൾറെഡി മാസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഇനർഷ്യയും കൂടും, അതുകൊണ്ട് പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് കൺസെപ്റ്റാണ് മാസ് ആൻഡ് ഇനർഷ്യ. അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇറ്റ് ഈസ് ഡേഞ്ചറസ് ഫോർ ലോഡഡ് വെഹിക്കിൾ ടു നെവോഗേറ്റ് എ കർവ് ഇൻ ദ റോഡ് വിതൗട്ട് റെഡ്യൂസിങ് സ്പീഡ്. വാട്ട് ഈസ് ദ റീസൺ? നമ്മൾ നന്നായി ഭാരം കയറ്റിയ വാഹനം വേഗം കുറയ്ക്കാതെ വളവ് തിരിയുമ്പോൾ അപകടം ഉണ്ടാവും അല്ലേ? എന്താണ് അതിന് കാരണം എന്നാണ്. അപ്പോൾ ലോഡഡ് വെഹിക്കിൾസ് പോസസ് മോർ ഇനർഷ്യ ഓഫ് മോഷൻ. ആസ് മാസ് ഇൻക്രീസസ് ഇനർഷ്യ ആൾസോ ഇൻക്രീസസ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
It is more difficult to roll a filled tar drum than an empty drum. അത് ടാറിൽ നിറച്ചൊരു വീപ്പ ഉരുട്ടി നീക്കാൻ ഒഴിഞ്ഞ ടാർ വീപ്പ ഉരുട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസമായിരിക്കും. എന്തുകൊണ്ടാണ്? അതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവയിൽ ഏതിനാണ് മാസ് കൂടുതലെന്നും ചോദിച്ചിട്ടുണ്ട്, ഏതിനാണ് ഇനേർഷ്യ കൂടുതലെന്നും ചോദിച്ചിട്ടുണ്ട്. മാസ് ഓഫ് ദി ഡ്രം ഫിൽഡ് വിത്ത് ടാർ വിൽ ബി ഗ്രേറ്റർ ആയിരിക്കും. ഗ്രേറ്റർ ഡിഫിക്കൽട്ടാണ്, അതിന് മാസ് കൂടുതലായിരിക്കും. ദെൻ ഇനേർഷ്യ വിൽ ബി ഗ്രേറ്റർ ടു ടാർ ഫിൽഡ് ഡ്രം. ടാർ നിറച്ചിട്ടുള്ള ഡ്രമ്മിന് ഇനേർഷ്യ കൂടുതലായിരിക്കും, മാസ് കൂടിയതുകൊണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഇനേർഷ്യ ഡിപ്പെൻഡ്സ് ഓൺ മാസ്. വെൻ ദ മാസ് ഇൻക്രീസസ് ഇനേർഷ്യ ഓൾസോ ഇൻക്രീസസ്. When the mass decreases, the inertia also decreases. നെക്സ്റ്റ്, ഒരു ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ച് നമ്മൾ റെസ്റ്റിലുള്ള ഒരു ടെന്നീസ് ബോളും അതുപോലെ ക്രിക്കറ്റ് ബോളും ഒരു നിശ്ചിത ദൂരത്തേക്ക് നമ്മൾ അടിച്ച് തെറിപ്പിക്കണമെങ്കിൽ ഏതിലാണ് കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടി വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് എ ടെന്നീസ് ബോൾ ആൻഡ് എ ക്രിക്കറ്റ് ബോൾ രണ്ടിൻ്റെയും മാസ് തന്നിട്ടുണ്ട്. മാസ് കൂടിയത് ക്രിക്കറ്റ് ബോളിനാണ്. ആർ ദി റീച്ച് എ സർട്ടൻ ഡിസ്റ്റൻസ് വെൻ ഹിറ്റ് വിത്ത് എ ക്രിക്കറ്റ് ബാറ്റ് which is to be hit with greater force. ടെന്നീസ് ബോളാണോ ക്രിക്കറ്റ് ബോളാണോ? ആൻസർ ക്രിക്കറ്റ് ബോളായിരിക്കും. ക്രിക്കറ്റ് ബോളിന് മാസ് കൂടുതലാണ്, അപ്പോൾ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇത് രണ്ടിലുള്ള വെലോസിറ്റി സെയിം ആണോ എന്ന് ചോദിച്ചത്. വിൽ ദ ചേഞ്ച് ഓഫ് വെലോസിറ്റി ബി സെയിം ഇൻ ബോത്ത് കേസസ്? വെലോസിറ്റീസ് ആർ ഡിഫറെൻറ്റ് ഇൻ ബോത്ത് കേസസ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ മാസ്, അല്ലേ? മാസുകളിലുള്ള ഡിഫറൻസ് വന്നതുകൊണ്ട് തീർച്ചയായിട്ടും വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അടുത്ത പോർഷനുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.